ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും പാൻ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പുതിയതായിട്ട് പാൻ കാർഡ് എടുക്കുന്ന ഒരാളുടെ പാനും ആധാറും ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് എത്ര ലക്ഷം രൂപ വരെ ലോൺ എടുക്കാനും അതുപോലെ തന്നെ ബാങ്കിൽ പണമിടപാടുകൾ നടത്താനും ഈസി ആയിരിക്കും. എന്നാൽ നിങ്ങൾ കുറേ വർഷം മുമ്പ് എടുത്തിട്ടുള്ള പാൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു 10 വർഷക്കണക്കനുസരിച്ചുള്ള പാൻ കാർഡ് ആണെങ്കിൽ ആ പാൻ കാർഡ് ആധാർ വരുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള പാൻ കാർഡാണ്. അതുകൊണ്ട് തന്നെ ഇത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു ഓഫീസുകളിലോ അല്ലെങ്കിൽ പാൻ ഏജൻസികളിലോ ഒക്കെ പോയി നിങ്ങൾ ഫോം ഫില്ല് ചെയ്തെടുത്തിട്ടുള്ള പാൻ കാർഡായിരിക്കും ഈ പഴയ പാൻ കാർഡ്. അത് കുറച്ചുകൂടെ വർഷം മുമ്പുള്ളവരുടെ പാൻ കാർഡ്, ഒരു 10, 20, 25 വർഷം മുമ്പുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊരു വൈറ്റ് കളർ പാൻ കാർഡാണ്. അതിൽ മാക്സിമം ആളുകളുടെ പേരും തെറ്റായിരിക്കും, ഡേറ്റ് ഓഫ് ബർത്തും തെറ്റായിരിക്കും. അതുപോലെ തന്നെ അത് ആധാർ വരുന്നതിന് മുമ്പായതുകൊണ്ട് തന്നെ അത് ലിങ്ക്ഡും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ആധാറും പാനും ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ നിലവിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണമിടപാടുകൾ നടത്താനായിട്ട് പ്രയാസമായിരിക്കും. ഒരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ വണ്ടി വാങ്ങാനോ പിന്നെ വസ്തു വിൽക്കാനോ വാങ്ങാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും, പിന്നെ ഇപ്പോൾ ഗോൾഡ് വാങ്ങിക്കാൻ വരെ പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. വാങ്ങാനും അതെ, വിൽക്കാനും അതെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡ് അല്ലാത്ത പാൻ ഉപയോഗിക്കാൻ പറ്റാതെ വരും. കാരണം അത് നിലവിൽ ഇൻകം ടാക്സ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലോക്കായ പാൻ കാർഡ് പരിമിതികളുണ്ട്. ഈ ഒരു 50,000 രൂപയ്ക്ക് താഴെയുള്ള ട്രാൻസാക്ഷൻ മാത്രം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പഴയ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ UTSL, NSTL തുടങ്ങിയ അംഗീകൃത ഏജൻസികളുടെ ഓഫീസുകളിൽ പോയിട്ട് ഇത് ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫോണിൽ ഫില്ലിംഗ് എന്ന് പറഞ്ഞ ഇൻകം ടാക്സിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആധാറും പാനും ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ലിങ്ക്ഡ് ആണോ എന്നറിയാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ, ഞങ്ങളുടെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ആധാറും പാൻ നമ്പറും തന്നാൽ ഞങ്ങളത് ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് തരാം. ഞങ്ങൾ UTSLൻ്റെ പാൻ ഏജൻസിയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ആധാറും പാനും മറ്റുള്ള സ്ഥാപനങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ മൊത്തത്തിലുള്ള ചാനലിലെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളൊരു ഓഫീസുള്ള ഒരു സ്ഥാപനമാണ്. ഗൂഗിളിൽ മാപ്പ് ചെയ്ത UTSLൻ്റെ UTSLൻ്റെ ഓഫീസുമാണ്. അതുപോലെ തന്നെ CSCയുടെ ഓഫീസും കൂടെയാണിത്. അതുകൊണ്ട് തന്നെ ജെന്യുവിനായിട്ടുള്ള ഓഫീസായതുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പറും പാൻ നമ്പറും സുരക്ഷിതമായിരിക്കും ഞങ്ങളുടെ കൈകളിൽ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. ഇനി ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ പണമിടപാടുകൾ, ഇപ്പോൾ വിദേശത്തോ എവിടെയെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പൈസ ഇടാനോ അല്ലെങ്കിൽ അത് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് വന്നാൽ ഇത് ലിങ്ക്ഡ് അല്ല എന്ന് ബാങ്കുകാർ നിങ്ങളെ അറിയിച്ചാൽ നിങ്ങളുടെ ആധാറും പാനും അത്യാവശ്യമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. ഇത് ലിങ്ക് ചെയ്യുന്നതും ഈ ഒരു പോർട്ടലിൽ തന്നെയാണ്, ഫില്ലിംഗ് എന്ന പോർട്ടലിൽ തന്നെയാണ് ലിങ്ക് ചെയ്യേണ്ടത്. അത് കൂടാതെ ഞങ്ങളെപ്പോലുള്ള ഏജൻസിക്കാർക്ക് ഞങ്ങൾക്ക് തന്നിട്ടുള്ള പോർട്ടലിൽ നിന്നും ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ലിങ്ക് ചെയ്യാനായിട്ട് ആധാറും പാനും നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ഓഫ് 10,000 1000 രൂപയാണ് പാനും ആധാറും ലിങ്ക് ചെയ്യാനുള്ള ഫൈൻ. ഇപ്പോൾ നിലവിൽ അതൊരു 2 കൊല്ലം മുമ്പ്, ഒരു 1.5 കൊല്ലം മുമ്പ് ഏകദേശം 500 രൂപയായിരുന്നു. എന്നിട്ട് ഇൻകം ടാക്സ് അത് അറിയിപ്പൊക്കെ കൊടുത്തിട്ടും ലിങ്ക് ചെയ്യാതെ വന്നതുകൊണ്ടാണ് അത് 1000 രൂപയാക്കിയത്. പിന്നീട് എല്ലാവരും 1000 രൂപ കൂട്ടും, 2000 ആകും, 5000 ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അത് കൂട്ടിയിട്ടൊന്നുമില്ല. നിലവിൽ ഫൈൻ കൂട്ടാതെ പാൻ കാർഡ് ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. ബ്ലോക്ക് ചെയ്ത പാൻ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസാക്ഷനും മറ്റും പോകുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഫീസ് അടച്ച് ലിങ്ക് ചെയ്തോളും. അപ്പോൾ ഈ ഫില്ലിംഗ് വഴി, ഈ ഒരു പോർട്ടൽ വഴി നമ്മൾ പാൻ ലിങ്കിങ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഫീസ് അടയ്ക്കണം. അത് ഓൺലൈനാണ്. അത് നെറ്റ് ബാങ്കിങ് ഉണ്ട്, ഡെബിറ്റ് കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്. UPI പേയ്മെൻറ്റ് ഓപ്ഷൻ ഇല്ല. ഗൂഗിൾ പേ വഴിയൊന്നും ഇൻകം ടാക്സിൻ്റെ ചെലാൻ അടയ്ക്കാൻ സാധിക്കുന്നതല്ല. ആ ഒരു കാര്യം ഓർത്തോണം. അതിനുശേഷം പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ലിങ്ക് ആകുള്ളൂ. അപ്പോൾ ലിങ്ക് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓഫീസിൽ നേരിട്ട് വരണം എന്നില്ല.
ഞങ്ങൾ കൃത്യമായി ചെയ്തു തരുന്നതാണ്. ഞങ്ങൾ ചെലാനും തരും. ചെലാൻ തന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തു തന്നാൽ മതിയാവും. ഇതിന് ഏകദേശം ഒരു 3-4 വർക്കിംഗ് ഡേയ്സ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. ചില കേസുകളിൽ 7 വർക്കിംഗ് ഡേയ്സ് വരെ ആകുന്നുണ്ട് ലിങ്ക് ആകാനായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഈ ആധാറും പാനും ലിങ്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത അതാണ്. ഇനി നിങ്ങളൊരു പാൻ കാർഡ് ഉണ്ടായിട്ട് അത് മറച്ചു വെച്ച് അത് ലിങ്ക്ഡ് അല്ല എന്നാൽ പൈസ അടയ്ക്കാനില്ല, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് മറച്ചു വെച്ച് മറ്റൊരു പാൻ എടുക്കാൻ പോയാലും അതും പ്രശ്നമാകും. ഇൻകം ടാക്സിൻ്റെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് വരുന്നതാണ്. ഇപ്പോൾ ഒരു 7-8 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പലർക്കും നോട്ടീസ് വരുന്നുണ്ട്. അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. 10,000 രൂപ പെനാൽറ്റി വരും. അതുകൊണ്ട് പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ വലിയ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളൊരു പ്രായമായ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസിൽ പോയി സറണ്ടർ ചെയ്ത് കളയാവുന്നതാണ്. പ്രത്യേകിച്ച് റീസൺ കൊടുത്താൽ മാത്രമേ അത് സറണ്ടർ ആകുകയുള്ളൂ, അത് പോകത്തുള്ളൂ. അതങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എന്ന് പറയുകയായിരുന്നു. എന്ന് കരുതി എല്ലാവർക്കും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. മറ്റ് അസുഖങ്ങളൊക്കെ കൊണ്ട് മറ്റാരും ഇല്ലാതെ ഇനി ഒരു കാര്യങ്ങളും ചെയ്യാനില്ലാതെ ഇരിക്കുന്നവർക്ക് മാത്രം അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ പുതിയ പാൻ കാർഡ് എടുക്കുന്നവർക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ലിങ്ക്ഡ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ നമ്മൾ പാൻ എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആധാറും പാൻ ലിങ്ക്ഡ് ആണോ എന്ന് നോക്കുക. ലിങ്ക്ഡ് ആണെങ്കിൽ സേഫാണ്, ലിങ്ക്ഡ് അല്ലാത്തതെല്ലാം അൺസേഫാണ്. നിങ്ങളുടെ പാൻ കാർഡ് ബ്ലോക്ക്ഡ് ആയിരിക്കും. അത് നിങ്ങൾ ഫീ അടച്ച് ലിങ്ക് ചെയ്ത് ആ പാൻ കാർഡിൻ്റെ ഫീ അടച്ച് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് എല്ലാം മറ്റ് കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കും.